ഹലോ ഗുഡ് മോർണിംഗ് രാധാസ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴത്തോരു മുമ്പേലെ കഥ ഒന്ന് നോക്കാം കേട്ടോ. ഇന്നിപ്പോൾ 12/7/26 കഥയാണ്. കഥയിൽ നമ്മളുടെ ശരണ്യയുടെ വീട്ടിൽ പോയിരിക്കുകയാണല്ലോ നമ്മുടെ അലീന. യാത്രയൊക്കെ പറയാൻ ശരണ്യാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ മോളെ നീ ജയിക്കണം, നീ ജയിച്ചാലേ ചേച്ചി ജയിക്കുകയുള്ളൂ, അതുകൊണ്ട് നീ നന്നായി പഠിക്കണം, വേറെ ഒന്നിലും ശ്രദ്ധിക്കരുത്, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം, നീ അതുകൊണ്ട് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക, കാരണം എൻ്റെ ഒരു വാശിയാണ് നിന്നെ ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത്, അതുകൊണ്ട് നീ വളരെ ഇതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയണം. അപ്പോൾ നീ ചെയ്യില്ലേ മോളെ വയ്ക്കുമ്പോൾ ചെയ്യാം ചേച്ചി അറിയും. അങ്ങനെ ഇവർ കൊണ്ടുവന്നൊരു ഗിഫ്റ്റ് ഉണ്ട് അലീന, അത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാ ചേച്ചി വയ്ക്കുമ്പോൾ, ഇത് നീ ഇട്ടിങ്ങനെ നടക്കാനൊന്നുമില്ല, ഇത് ഇടുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ നീ ഓർക്കണം എന്ന് പറയാണ് അലീന കേട്ടോ. അപ്പോൾ ശരി അറിയും. അപ്പോഴേക്കും ഇതൊക്കെ നോക്കിയിട്ട് ഇവളിങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ചേച്ചി എന്നാലും പോവാന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ട് പറയും. പക്ഷെ പോണം മോളെ, പോവാതെ പറ്റില്ല എന്ന് പറയും. അപ്പോഴേക്കും ഇവിടെ ശരണ്യയുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ടേ. അപ്പോൾ അമ്മ വന്നിട്ട് നോക്കുമ്പോൾ ഇവർ ചേച്ചി അനിയത്തിയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞിട്ട് അമ്മേ, അപ്പോൾ ശരണ്യയുടെ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരണ്യയുടെ കാര്യത്തിൽ ഒന്നുകൊണ്ട് വിഷമിക്കരുത്, അവളെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ചട്ടം കെട്ടുകയാണ്. അത് കഴിഞ്ഞ് ഇവൾ പിന്നെ അച്ഛനും അമ്മയ്ക്കുള്ള ഡ്രസ്സ്, മറ്റവർക്കും രണ്ടുപേർക്കില്ല, അച്ഛനും അമ്മയ്ക്കുള്ള ഡ്രസ്സ് ഇത് അമ്മയ്ക്ക് ഇത് അച്ഛനെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. പറയും എന്തിനാ മോളെ നീ ജോലി ചെയ്യുന്ന കാശൊക്കെ ഇങ്ങനെ എന്ന് പറയും. ഞാൻ മോളല്ലേ, മൂത്ത മോളല്ലേ, അങ്ങനെ കണ്ടാൽ മതി, അത് അച്ഛനും അമ്മയ്ക്കും അധികമൊന്നുമില്ല അമ്മേ, അത് നിങ്ങൾക്ക് തരുന്നതാണ് എൻ്റെ സന്തോഷം എന്ന് പറയുകയാണ്. എന്നാൽ ഞാൻ ഇനി പോട്ടെ എന്ന് പറയും. അപ്പോൾ പൂവ് പറയുമ്പോൾ ഒക്കെ വിഷമാവാണ്. ശരണ്യയ്ക്ക് പറയും വിഷമിക്കേണ്ട മോളെ, എനിക്ക് ഇനി കുറച്ച് സ്ഥലങ്ങളിലൂടെ പോവാണ്ട്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറയുക. അങ്ങനെ നീ വാ നമുക്ക് സംസാരിച്ചുകൊണ്ട് റോഡ് വരെ പോവാമെന്ന് പറയുക. അങ്ങനെ ശരണ്യയും നമ്മുടെ അലീനയും കൂടെ പോവാണ്. അത് കഴിഞ്ഞ് മനു ഓഫീസിലെന്തോ മറ്റേ കൂടെ വർക്ക് ചെയ്യണമെന്നെന്തോ ഒരു തട്ടുകേട് പറ്റിയിട്ട് അയാളെ ചീത്ത അറിയാം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അത് കൊടുക്കണ്ടായിരുന്നു, നീ അങ്ങോട്ട് ചെയ്തോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് അയാൾ പറയാടാ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കി പറയുമ്പോൾ ഞാൻ എന്നാ ചെയ്യാനാ, എനിക്കൊന്നും പറ്റില്ല അറിയാടാ, നീ സാറിനോടൊന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് വയ്യ, കാരണം ഒന്നാമത് അലീന പോണ സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെയാണ് ഇങ്ങനത്തെ ഓരോരോ വിക്രസുകൾ ഇയാൾ ഒപ്പിച്ച് വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോഴേക്കും അലീന അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അലീന ഒറ്റയ്ക്കാണ് വരുന്നത് ഓട്ടോയിൽ. അപ്പോൾ കാശ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെല്ലുന്നുണ്ട്. ഇതെന്തത് ഒറ്റയ്ക്ക് വരുന്നത് വയ്ക്കുമ്പോൾ എങ്ങനെ വെക്കും, എന്തോ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. മനുവേട്ടാ ഉണ്ട് പറയും. ഇപ്പോൾ എന്താ എവിടുന്നാണ് വരുന്നത് വയ്ക്കും പറയും, ഞാനിവിടെ എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി വന്നതാണ് പറയും. അപ്പോൾ ആരാണ് ഈ എല്ലാവരും, അതിൽ ഞാൻ പെടൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് ആക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിലുള്ള വഴികളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് മനു. അപ്പോൾ മനു അലീനെ സംസാരിക്കുന്നത്, അതിൻ്റെ മുന്നേ ബാലചന്ദ്രൻ വീട്ടിലെ മക്കളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മോളെ എന്ന് പറഞ്ഞിട്ട് ഭവിതയെ വിളിക്കുക. അപ്പോൾ ഭവിത അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ പറയുമ്പോൾ എനിക്ക് കുടിക്കാനൊരു ചായ കിട്ടു വയ്ക്കുമ്പോൾ ഞാൻ ലെമൺ ടീ ഉണ്ടാക്കാതെ, എന്നാൽ ലെമൺ ടീ ഉണ്ടാക്കുക. കൃഷ്ണമോൾ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല വന്നിട്ടില്ല. രോഹിത് എവിടെ, രോഹിത് ഏട്ടൻ മുകളിലുണ്ട് പറയും. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ എന്നിട്ട് കയറുമ്പോഴേക്കും കൃഷ്ണമോൾ വരുന്നുണ്ട്. കൃഷ്ണമോൾ വന്ന് അപ്പോൾ നമ്മളെ ഭവിത മറ്റെന്താണ് ലെമൺ ടീ ഉണ്ടാക്കുമ്പോഴേക്കും കൃഷ്ണമോൾ വരുന്നുണ്ട്. കൃഷ്ണമോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അലീന ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നീ ഇപ്പോൾ വിളിച്ചപ്പോൾ വരും എന്ന് പറയും. അപ്പോൾ ഇതുവരെ വന്നില്ലേ, അപ്പോൾ എങ്ങടെ പോയേ നോക്കുമ്പോൾ ശരണ്യയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് നിങ്ങളാരും കൂടെ പോയില്ലേ പറയുമ്പോൾ ഇല്ല ആരും പോയില്ല. അതെന്തിനാടി എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത്, അവൾക്ക് ആരെ കൊണ്ടുപോകണം ആരെ കൊണ്ടുപോകണ്ടെന്ന് അറിയാമെന്നറിയാം. അപ്പോൾ രോഹിത്തേട്ടൻ പോയി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രോഹിത്ത് പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ലെമൺ ടീ കൊടുന്ന് കൊടുക്കുക. ലെമൺ ടീ കൊണ്ടു കൊടുത്തിട്ട് പറയുന്നത് ഞാൻ രോഹിത്തിനൊന്ന് വിളിച്ചേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ അവിടെ നിന്നിട്ട് രോഹിത്തേട്ടാന്ന് ഉറക്കെ വിളിക്കുകയാണ്. അപ്പോൾ എന്ത് വാടി ഇത്, അവിടെ പോയിട്ട് വിളിക്കുക അറിയുമ്പോൾ എനിക്ക് വയ്യ അച്ഛാ, എനർജി ഇല്ല, അതാ ഞാൻ ഇവിടെ നിന്ന് വിളിക്കുന്നത് പറയും. എന്നാൽ എനർജി ഉണ്ടാവട്ടെ പറഞ്ഞിട്ട് അച്ഛനുണ്ടാക്കിയതാണ് ലെമൺ ടീ, എന്നാൽ കുടിച്ചോ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു എനർജി കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കാണ് രോഹിത്ത് വരുന്നത്. രോഹിത്ത് എന്ത് ചെയ്യും, അവളടുന്ന് ഇത് വാങ്ങി കുടിക്കുക. അപ്പോൾ പറയും എന്ത് വേണ്ട, അത് നിനക്ക് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കി തരില്ലേ, എന്നാൽ നീ കുടിച്ചോ പറഞ്ഞിട്ട് കുറച്ചൊരു സിപ്പ് കുടിച്ചിട്ട് തിരിച്ച് കൃഷ്ണയ്ക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ പറയും എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ്, എന്താണ് സംസാരിക്കുക, അച്ഛൻ ഇത്ര സീരിയസ് ആയിട്ട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന്. അപ്പോൾ എന്താ വെച്ചാൽ നോക്കണേ പറയും ഒന്നുമില്ല, നമ്മളെ അലീന നാളെ പോവുകയാണ് പറയും. പറയും നാളെ എവിടേക്കാണ് നിൽക്കുമ്പോൾ അലീനയ്ക്ക് ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടാക്കാൻ പോവുകയാണ്. വളരെ സേഫായൊരു സ്ഥലമാണ്, നമുക്കൊരു പക്ഷേ ഇവിടത്തേക്കാളും സന്തോഷവും സമാധാനവും അവൾക്ക് കിട്ടും, ഇവിടത്തേക്കാളും സെക്യൂരിറ്റി ഉണ്ടാവും എന്ന് പറയണം. അപ്പോൾ പറയാം അപ്പോൾ അച്ഛാ അതൊന്നും ഇവിടെ ഇല്ലേ, ഉണ്ടായിരുന്നോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ കൃഷ്ണനോട് അറിയാം എന്തുകൊണ്ടാണ് പിന്നെ ചേച്ചി പോണത് എന്നുള്ള കാര്യം നിനക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൃഷ്ണമോളെ നോക്കുന്നുണ്ട്.
കൃഷ്ണമോൾക്ക് അറിയാം വിവരങ്ങൾ. അങ്ങനെ ഇവർ എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ അലീന പോണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. പറയും നിങ്ങളാരും വിഷമിക്കരുത്, നിങ്ങളാരും കരയരുത്, കാരണം ചേച്ചി സന്തോഷമായിട്ട് വേണം യാത്ര അയക്കാൻ, നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ തന്നെ ഇരിക്കണം, ഒരിക്കലും അവളെ മുന്നിൽ കരയരുത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കും. അപ്പോൾ നാളെയാണോ പോകണം വയ്ക്കുമ്പോൾ നാളെയാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. അവളിപ്പോൾ അപ്പോൾ പക്ഷേ ഇത് ഇത്ര നേരമായിട്ടും ചേച്ചി വരാത്ത നോക്കിയാണ്. ഇല്ല, ഇനി അവൾ ഇവിടെ കൈതക്കൽ മാളിക വീട്ടിൽ കൂടെ പോയിട്ടേ വരുള്ളൂ, അവിടെയും കൂടെ എല്ലാവരോടും പറഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഒരു ഹിൻഡ് കൊടുത്തു കഴിഞ്ഞു നാളെ പോകാമെന്നുള്ളത്. അതിലാകെ എല്ലാവരും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താണെന്ന് അറിയുന്നത് ഇപ്പോൾ നമ്മളെ റോഹിത്ത് ഒന്നും മിണ്ടുന്നില്ല. റോഹിത്ത് ഇങ്ങനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്നിട്ടാണ് പിന്നെ മനുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. മനു എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയും ആരോടാണ് ആദ്യം യാത്ര പറയേണ്ടത് വയ്ക്കുമ്പോൾ പറയും എനിക്ക് മാഡത്തിനോടാണ് ആദ്യം യാത്ര പറയാനുള്ളത്. ഞാൻ മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നത് തന്നെ. അപ്പോൾ ആദ്യം മാഡത്തോട് പറയണം, പിന്നെ മുത്തശ്ശിയോട് പറയണം, ബാക്കി എല്ലാവരോടും പറയണം എന്ന് പറയുമ്പോൾ പറയും എല്ലാവരിലും ഞാനും പെടുവയ്ക്കുമ്പോൾ എന്താ മനുവേട്ടാ എന്നറിയാണ്. കാരണം അവൾക്ക് വിഷമമുണ്ട്. അതിലും അറിയാം ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോൾ അവളിങ്ങനെ ദയനീയമായിട്ട് നിൽക്കുക. എന്നിട്ട് വാ ഞാനും കൂടെ വരാം എന്നിട്ട് ഇങ്ങനെ മുന്നിൽ നടക്കുന്നുണ്ട് മനു. അപ്പോൾ അവളിങ്ങനെ മടിച്ചൊക്കെ വാ എന്നറിയും, ഞാൻ കൊണ്ടാക്കാം എന്നറിയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ കൊണ്ട് പോകുന്നുണ്ട്. എന്താണ് പോയി വന്നിട്ട് ഇവിടെ വാതിൽ മുട്ടുകയാണ്, നമ്മളെ വൈജയുടെ വാതിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ കമലയും രഞ്ജുവില്ല, അവർ രണ്ടാളും ഇതിൻ്റെ പുറത്തേക്ക് പോയിരിക്കുക. ബാക്കി എല്ലാവരും ഉണ്ട് അവിടെ. ഗംഗാധരം വലിയച്ഛനും അതുപോലെ ഗംഗാധരം വലിയച്ഛനും പിന്നെ അച്ഛനും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോയി വാതിൽ മുട്ടുന്ന സമയത്ത് വൈജ വന്ന് തുറക്കുക. അപ്പോൾ ഇവളെ കാണുമ്പോൾ പെട്ടെന്ന് ഇവരുടെ മുഖം മാറുകയാണ് കേട്ടോ, ദേഷ്യം വന്നിട്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാ മനു വന്ന് വയ്ക്കുമ്പോൾ ഞാനല്ല, അലീനയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ട് അത്രേ എന്ന് പറയുന്നുണ്ട്. എനിക്ക് അവളോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറയും. എനിക്കാണല്ലോ സംസാരിക്കാമെന്ന് പറയുമ്പോൾ നിനക്കെന്താ സംസാരിക്കാനുള്ളത്, എനിക്കൊന്നും കേൾക്കണ്ട, അതൊക്കെ അന്നേ പറഞ്ഞ് നിർത്തിയതാണെന്ന് പറയും. അപ്പോൾ പറയും പിന്നെ അതല്ല, എന്താ പറയാനുള്ളത്, ഇനി കഴിഞ്ഞല്ലോ, സംസാരങ്ങളില്ലല്ലോ, ഇനി എന്താ ഉള്ളത് പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് മനു കയറുന്നുണ്ട്. വാ എന്ന് പറഞ്ഞിട്ട് അലീനേനെയും കൊണ്ടുവന്നുണ്ട്. അപ്പോൾ പറയും പരസ്പരം സംസാരിക്കുക, അടിയും വഴക്കൊന്നും വേണ്ട എന്ന് പറയും. സംസാരിച്ച് നീ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനു പുറത്തേക്ക് പോവാം. അങ്ങനെ അലീന സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മനു പോകുമ്പോൾ വാതിൽ ചാരിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അലീനയോട് പറയും എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുക. എനിക്ക് സംസാരിക്കാനുണ്ട്, കാരണം എൻ്റെ ഒരു കുടുംബം എത്ര ഭംഗിയായിട്ട് നടന്ന കുടുംബമെന്നറിയോ, ആ കുടുംബത്തെയാണ് നീ നശിപ്പിച്ച് കളഞ്ഞത്, നീ കാരണമാണ് എനിക്ക് ഇന്ന് ഈ ഗതി വന്നത്, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ അപ്പോൾ പറയും എനിക്ക് വേറെ ഒന്നും പറഞ്ഞില്ല, എല്ലാം ഞാൻ സമ്മതിച്ചല്ലോ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞാൻ പോകുന്നത് അറിയോ. വലിയ ഉപകാരമായി നീ പോയത് തന്നെ, നീ എവിടെ പോയാലും നന്നാവില്ല, ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാഗയാണ് കേട്ടോ. അപ്പോൾ പറയും എന്തൊക്കെ പറഞ്ഞാലും മാഡം എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം ഞാൻ ശരി വെക്കുമെന്ന് പറയും. അല്ലെങ്കിൽ നീ എന്നാ ചെയ്യാനാ, നീ എന്നാ ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് ആ വൈജയുടെ അഹങ്കാരം പിടിച്ചൊരു സംസാരം ഉണ്ടോ, അതുതന്നെയാണ്, അതിൽ തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ പറയും അച്ഛൻ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് പറയാണ്. ഇനി തിരിച്ചു പോകണം, ആ കുടുംബത്തേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. അത് നീ പറയുമൊന്നും വേണ്ട, എൻ്റെ വീടാണ്, എനിക്കറിയാം അങ്ങോട്ട് പോകണോ വേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ പൊക്കോളാം, നീ എന്നെ നിർബന്ധിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും എനിക്കതറിയാം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും കാലം അവിടെ നിന്ന് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്, നിങ്ങളെ കുടുംബം ഛിന്ന ഭിന്നമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്നത് അറിയാം. അപ്പോൾ പറയും നീ വന്നതോടുകൂടിയാണ് എൻ്റെ കുടുംബം ഛിന്ന ഭിന്നമായി പോയത്, നീ രക്ഷിക്കുന്ന എന്താ മീനച്ചിലാറിൽ എൻ്റെ കുടുംബം താഴ്ന്നു പോവായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇവള് മിണ്ടുന്നില്ല, സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. അതിൽ പറയും എനിക്കറിയായിരുന്നു, നീ വരുന്നതിന് മുന്നേ 22 വർഷം മുന്നേ ഞങ്ങൾ അത്രയും സന്തോഷമായിട്ടാണ് അവിടെ കഴിഞ്ഞിരുന്നത്, ഐശ്വര്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, നീ വന്നതോട് കൂടിയിട്ടാണ്, നീ നിൻ്റെ വലതും ഇടതും കാല അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചതോടുകൂടി എൻ്റെ നശിച്ച് നാറാണക്കല്ല് പിടിച്ചു എന്ന് പറയുന്നുണ്ട്. എല്ലാം എനിക്ക് അറിയാൻ പറയും. പക്ഷേ അച്ഛനെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത് അറിയും. നീ അച്ഛൻ്റെ കാര്യം നീ എന്നോട് പറയണ്ട, 22 വർഷം മുന്നേ അയാൾ എൻ്റെ ഭർത്താവായിരുന്നു, ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരുന്നെന്ന് അറിയുമ്പോൾ ഇത്രയും സന്തോഷവും സമാധാനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല, അത്രയും ഐശ്വര്യമുള്ളൊരു കുടുംബമാണ് നീ നശിപ്പിച്ച് കളഞ്ഞത്, നീ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞത് എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും 22 വർഷം മുന്നേ നിങ്ങളൊരു ജീവിതം ജീവിച്ചിരുന്നു ഇല്ലേ, ആഗ്രയിലും ആണൊരു
ഒരുത്തൻ്റെ കൂടെ, അത് നിങ്ങൾ മറന്നോ എന്ന് ചോദിക്കുക. അതിൽ ഇവൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഞെട്ടുകയാണ്. അപ്പോൾ പറയും അങ്ങനെ ഒരു ഇത് വേണ്ട, കാരണം ഇനി അച്ഛനോട് നിങ്ങൾ ഒന്നും പറയാൻ നിൽക്കരുത്. കാരണം അച്ഛനോട് ഇനി എന്തെങ്കിലും സംസാരിക്കാൻ നിന്നാൽ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒതുങ്ങി നിൽക്കണം, മക്കൾ പറഞ്ഞത് കേട്ട് നിൽക്കണം, നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞത് കേട്ട് നിങ്ങൾ നിൽക്കണം, തല കുമ്പിട്ടിട്ട് തന്നെ നിൽക്കണം. കാരണം അച്ഛനോട് ഇനി നിങ്ങളുടെ പഴയ അഹങ്കാരം എടുക്കാൻ ചെന്നാൽ അച്ഛൻ തലക്കടിച്ച് കളയും. കാരണം ആ മനുഷ്യൻ നെല്ലിപ്പടിയുടെ അങ്ങേ അറ്റം വരെ കണ്ടിട്ട് നിൽക്കുകയാണെന്നറിയാം. അതിലാണ് ഇവരാകെ ഷോക്കാവുന്നത്. കാരണം അപ്പോൾ അത്രയും മതി അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കാൻ. കാരണം 22 വർഷം മുന്നേ നിങ്ങളൊരു ജീവിതം ജീവിച്ചില്ലേ ആണൊരുത്തിൻ്റെ കൂടെ, അത് മറന്നു പോകരുത് നിങ്ങൾ. അതാണ് അലീനയുടെ പോയിൻറ്റ്, അത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇനി അച്ഛൻ്റെ മുന്നിൽ പോയി നിന്ന് അഹങ്കാരം കാണിക്കരുത്, എളിമയോടുകൂടി തന്നെ നിൽക്കണം. നിങ്ങളെ മക്കളെ പറയുന്നതനുസരിച്ച് തന്നെ നിങ്ങൾ ജീവിക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ് അലീന. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഒരു, കാരണം ഇങ്ങനെ ഒരു തിരിച്ചടി അതുവരെ കത്തിക്കറി വന്നതാണ് വൈജ. ആ ഒരൊറ്റ വാക്കിൽ ഡിംന്ന് പറഞ്ഞിട്ട് കണ്ടല്ലോ, അത്രയും ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വീണ മൂട് കുത്തി വീണ പോലെ പോയി. അതിൽ ആകെ തകർന്നു പോവാണ്. ഇവൾക്ക് എങ്ങനെ മനസ്സിലായി ആഗ്രയിൽ ഇങ്ങനെ ജീവിച്ചിരുന്ന കാര്യം എങ്ങനെ മനസ്സിലായി എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഈ കുടുംബം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് പറയണം. ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അഹങ്കാരം നിങ്ങൾ മാറ്റി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുവിനോട് ആദ്യം പറയുന്നുണ്ട്, മനുവേട്ടാ പിന്നെ എന്നോട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ മമ്മി പറഞ്ഞത് ഒരിക്കലും ഞാൻ എന്തിനാണോ വരുന്നത്, ആരെ കാണാനാണോ വരുന്നതെന്ന് ഒരിക്കലും പറയരുത്. പക്ഷേ ആ വാക്ക് എനിക്ക് പിന്നെ ഇതാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി ഞാൻ ശ്രദ്ധിച്ചിട്ടേ നോക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ നമ്മുടെ കഴിഞ്ഞിട്ടില്ല, വൈജയ്ക്ക് കൊടുത്ത ഇത് കഴിഞ്ഞിട്ടില്ല. വൈജയ്ക്ക് ഒരു ചെറിയൊരു വെടിയെ കൊടുത്തിട്ടുള്ളൂ, ബാക്കി പിന്നാലെ വരുന്നുണ്ട്. അത് നാളെ തന്നെ കേട്ടോ. അപ്പോൾ ആരും ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യാണ്ട് കാണുക. പിന്നെ എനിക്കാണെങ്കിൽ ഒട്ടും നേരമില്ല കേട്ടോ, എൻ്റെ അനിയൻ്റെ മോളുടെ നിശ്ചയമാണ്. അതിനിടയ്ക്ക് ഇത്തിരി സമയം കണ്ടിട്ട് ഞാൻ ഈ കഥ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ധൃതി പിടിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, ഞാനൊന്നും അധികം പറഞ്ഞിട്ടില്ല. ശരിക്കും നമ്മുടെ അലീനയുടെ ഡയലോഗുകൾ എന്താ പറയുന്നത്, ഈ വെടിച്ചില്ല് പോലെ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് വൈജയുടെ നെഞ്ചത്തോട്ട് തറച്ച് കയറിയിരിക്കുന്നത്. അങ്ങോട്ട് ആരും മെസ്സിയാക്കരുത്. എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ബാക്കി കഥയായിട്ട് ഞാൻ പിറകെ വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.